ശരി, കരയുദ്ധം നടത്തിയാൽ അമേരിക്ക കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇറാന്റെ മുന്നറിയിപ്പ്. സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ യുദ്ധം അമേരിക്കൻ സൈന്യത്തിന്റെ തലപ്പത്തും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. യുദ്ധം നിർണായക ഘട്ടത്തിൽ നിൽക്കെ സൈനിക മേധാവി റൌണ്ടി ജോർജിനെ സ്ഥാനത്തുനിന്ന് നീക്കിയതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് എന്താണ്? അതിനു പിന്നിൽ യുദ്ധതന്ത്രമാണോ, രാഷ്ട്രീയ കാരണങ്ങളാണോ? വിവരങ്ങളുമായി ടി കെ റിജിത്ത് നമ്മളോടൊപ്പം ചേരുന്നു. മാധു, ഈ യുദ്ധം അത് അമേരിക്കയുടെ സൈനിക തലപ്പത്തും മാറ്റങ്ങൾ വരുത്തുന്നു എന്നത് പ്രധാനമാണ്. അതിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 2 ആഴ്ച യുദ്ധം കൂടുതൽ രൂക്ഷമാകും എന്ന അഭ്യൂഹങ്ങൾ സജീവമായി നമുക്ക് മുമ്പിലുണ്ട്. ഒരുപക്ഷെ കരയുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് അമേരിക്കൻ സൈനിക തലപ്പത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. അവരുടെ സൈനിക മേധാവിയെ തന്നെ മാറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. സൈനിക മേധാവിയെ മാത്രമല്ല, അതുപോലെ അവരുടെ US ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന റാൻഡി ജോർജിന് പുറമെ മറ്റ് മുതിർന്ന 2 സൈനിക ഉദ്യോഗസ്ഥരെ കൂടി പുറത്താക്കിയതായാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US ആർമി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രെയിനിങ് കമാൻഡ് തലവനായ ജനറൽ ഡേവിഡ് ഹോഗ്നെ, അതുപോലെ US ആർമി ചാപ്ലിൻ കോപ്സ് തലവൻ മേജർ ജനറൽ വില്യം ജൂനിയർ എന്നിവരെ ചുമതലകളിൽ നിന്ന് നീക്കി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം എന്നത് സംബന്ധിച്ച ചർച്ചകളാണ് സജീവമായി നടക്കുന്നത്. റാൻഡി ആണെങ്കിൽ അദ്ദേഹം ഏറെ നാളായി, പതിറ്റാണ്ടുകളായി സുപ്രധാനമായ ചുമതലകളിൽ തുടരുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ മാറ്റിയത് എന്തിനാണ് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യം നിലനിൽക്കുന്നു. അതുപോലെ 1982 അദ്ദേഹം സൈന്യത്തിന്റെ ഭാഗമാവുകയും 2023 വരെ സുപ്രധാനമായ നിരവധി പദവികൾ വഹിക്കുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ചീഫ് ഓഫ് സ്റ്റാഫായി ചുമതലയേൽക്കുന്നത്. എന്തെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സജീവമായി നിൽക്കുകയാണ്. ഈ പീറ്റർ ഹെക്സേത്ത് യുദ്ധവകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായി ട്രംപിന് അനുയോജ്യമായ തരത്തിൽ പരുവപ്പെടുത്തുന്ന നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന വിമർശനം സജീവമായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഈ സൈന്യത്തിൽ ട്രംപിൻ്റെതായ ഒരു അഴിച്ചുപണി നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണോ, രാഷ്ട്രീയമായ കാരണങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണോ ഈ നിർണായകമായ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മാറ്റം സൈനിക തലത്തിൽ നടപ്പാക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈറ്റ് ഹൗസും പെന്റഗണും തലപ്പത്തെ മാറ്റങ്ങൾ കൂടി ലോകം സാഗൂതം വീക്ഷിക്കുകയാണ്. ടി കെ റിജിത്താണ് വിവരങ്ങൾ നൽകിയത്.